തിരുവനന്തപുരം നെയ്യാറ്റിൻകര കണ്ണറവിളയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ മരിച്ചു. കണ്ണവിള സ്വദേശി അഖിലാണ് മരിച്ചത്. സമാനമായ ലക്ഷണങ്ങളോടുകൂടി 4 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങൾ ആതിര സാരസ്വത് നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ആതിര, വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം? 4 പേർ ചികിത്സയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ടുന്നൊരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ആതിര, കഴിഞ്ഞ 23-ാം തീയതിയാണ് കണ്ണറവിള സ്വദേശി അഖിൽ മരിച്ചത്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ കുളത്തിലാണ് അഖിലും ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാർ ദിവസവും കുളിക്കുകയും അതുപോലെ തന്നെ അവരുടെ പശുക്കളെ ഉൾപ്പെടെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ഈ കുളത്തിനുള്ളിൽ. പല പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെ ഈ കുളത്തിൽ നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ നമ്മളോടൊപ്പം മരിച്ച അഖിലിന്റെ സഹോദരി വിജിത ചേരുന്നുണ്ട്. വിജിത, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അപ്പോൾ നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരോഗ്യ വകുപ്പിൻ്റെ കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. പക്ഷേ അവർ ഇതുവരെ ഒരു നടപടി എടുത്തില്ല. അവർ പറയുന്ന അവർക്ക് റിസൾട്ട് കിട്ടിയില്ല. ഈ വെള്ളത്തിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് അവർ അതിൻ്റെ നടപടി ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ ഇവർ കുളം തുറന്നു വിടാൻ ശ്രമിച്ചു. ഞങ്ങളെല്ലാം എതിർത്തു. കാരണം റിസൾട്ട് കിട്ടാതെ കുളം തുറന്ന് വിടണ്ട എന്ന ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ പുറത്ത് ഇവിടുത്തെ വാർഡ് മെമ്പർ, ഇത് 2 വാർഡാണ്, 2 മെമ്പർമാരാണ്, അതിൽ ഈ വാർഡിലെ മെമ്പറുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഈ നെറ്റെല്ലാം ഞങ്ങളാണ് വലിച്ചു കെട്ടിയത്. ഇവിടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സീലോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. ഞങ്ങളുടെ അറിവിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇത് ചെയ്തത് ഞങ്ങളുടെ സ്വന്തക്കാരും ഈ വാർഡിലെ മെമ്പറും കൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ ഇതിനകത്ത് മാഡം പഞ്ചായത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ ഇതിനകത്ത് നിലവിൽ നിഷേധിക്കുമുണ്ട്. ഇപ്പോഴും ഈ DMA വിളിക്കുക എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾ ഇനിയും ICU കിടക്കുവാണ്. ഇവരെ വിളിച്ചുകൊണ്ടിരിക്കലല്ല, ഇവർക്ക് അതിനുള്ള സാഹചര്യമല്ല. മാഡത്തിന് അറിയാമല്ലോ ഈ അസുഖം എത്രത്തോളം വ്യാപിക്കുന്നു എന്താണെന്നുള്ളത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നതല്ല, ശരീരത്തിൽ മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം DMA വിളിക്കാൻ ഇവിടുന്ന് MLA ഞങ്ങൾ ഇന്നലെ പോയി കണ്ടായിരുന്നു. MLA വിളിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇവിടുന്ന് ആരും ഇതുവരെ ആശുപത്രിയിൽ ചെന്ന് ഈ കിടക്കുന്ന രോഗികളുടെ കൂടെ ഇരിക്കുന്നവരെയോ മാതാപിതാക്കളെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ആതിര, 4 പേരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. അതിൽ ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതായുമാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുളത്തിലെ ഒരു വെള്ളം ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു കുളത്തിലെത്തുകയും ജൂലൈ 24-ാം തീയതി വരെ അത് മെഷീൻ പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് പല വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായും അറിയുന്നു. നിലവിൽ അത്തരത്തിൽ ജൂലൈ 24-ന് ശേഷം ഇത്തരത്തിൽ വെള്ളം ഇവിടുന്ന് വിടുന്നില്ല എങ്കിൽ തന്നെയും ജൂലൈ 24-ാം തീയതി വരെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുളത്തിലെ ഒരംശം വെള്ളവും ഉപയോഗിച്ചിട്ടുള്ളത് ഗുരുതരമായ ഒരു കാര്യമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. നിലവിൽ 40 പേരെയാണ് ഇവിടെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു പരാതിയാണ്. ഇവർ ഗുരുതര ആരോപണം തന്നെയാണ് ആരോഗ്യ വകുപ്പിനെതിരെയും മറ്റ് അധികാരികൾക്കെതിരെയും ഉന്നയിക്കുന്നത്. ആതിര, അതോടൊപ്പം 4 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും ആതിര, ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവർ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും എടുത്തിരുന്നില്ല. നിലവിൽ വിജിത പറഞ്ഞതുപോലെ തന്നെ അവർ MLA കണ്ടിരുന്നു. അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്തരമുള്ള അന്വേഷണങ്ങളൊന്നും നടന്നില്ല എന്നാണ് വിജിത ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എങ്കിൽ മറ്റൊരു വശവും ഇവിടെയുണ്ട്. ഇത് 1 മാസത്തോളം ആദ്യം പ്രാഥമിക പരിശോധന നടന്നു. ഇനി രണ്ടാമതൊരു പരിശോധനയും കൂടെയുണ്ട്. ഈ പരിശോധനയുടെ റിസൾട്ട് വരാൻ 1 മാസം എടുക്കുമെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇത്തരമൊരു ഗുരുതരമായ ഒരു 40 പേരോളമാണ് നിലവിൽ ഇവിടെ നിരീക്ഷണത്തിൽ ഉള്ളത്. നമുക്കറിയാം ഈ പ്രദേശത്തുള്ള എല്ലാവരും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. ഇതൊരു പൊതുകുളമാണ്. ഇതിന് തൊട്ടടുത്തായി ഒരു അംഗൻവാടിയുണ്ട്. ഈ അംഗൻവാടിയുടെ കിണറും ഈ പറയുന്ന കുളത്തിനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അംഗൻവാടിയിലേക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ മറ്റ് അവശ്യ കാര്യങ്ങൾക്കോ വേണ്ടി സ്വാഭാവികമായും കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ഈ കുളത്തിലെയും വെള്ളത്തിന്റെ ഒരു നീരുറവയുടെ ഒരു ഭാഗവും ഈ കിണറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാനുമില്ല. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ വേഗത്തിലാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ഈ കെട്ടിയിരിക്കുന്ന ഈ പച്ച കളറിലുള്ള വല പോലും ഈ കുളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. നിലവിൽ പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആതിര,
ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ മരിച്ചത്. സമാന ലക്ഷണങ്ങളോട് 4 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നുമാണ് മനസ്സിലാകുന്നത്. ആദര സാരസ്വത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.